നമസ്കാരം. കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രഭാത ഭക്ഷണമാണ് പുട്ട്. പുട്ടുകുറ്റിയിൽ പുട്ടുപൊടിയും ഒപ്പം തേങ്ങയും ചേർത്ത് ആവിയിൽ വേവിച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. പണ്ടുണ്ടാക്കിയിരുന്ന അതേ പരമ്പരാഗത രീതിയിലാണ് ഇന്ന് ഉടുപ്പി ബ്രാഹ്മിൺസ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ സോഫ്റ്റ്നേഴ്സോ ഒന്നും ഉപയോഗിക്കാതെയാണ് വളരെ പരമ്പരാഗത രീതിയിൽ ഉടുപ്പി ബ്രാഹ്മിൺസ് പുട്ടുപൊടി നിർമ്മിക്കുന്നത്. ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ റാഗി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ റാഗി പുട്ടുപൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, ഒരൽപ്പം ഉപ്പ്, ചിരകിയ തേങ്ങ. ഇനി നമുക്ക് ഈ മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ റാഗി പുട്ടുപൊടി ഒപ്പം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടുതലാണെങ്കിൽ കൂടുതൽ. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ഗ്ലാസ്സിൽ വെള്ളം മെഷർ ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഞാനിവിടെ കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. റാഗിക്ക് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ റാഗി നമ്മൾ സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. റാഗി പുട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് അനീമിയയോട് പൊരുതാൻ വളരെ നല്ലൊരു വെപ്പണാണെന്ന് തന്നെ പറയാം. റാഗിയിൽ നല്ലവണ്ണം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ പാടെ മാറ്റാനായിട്ട് നമുക്ക് റാഗി കൊണ്ടുള്ള ഇതുപോലുള്ള പുട്ടുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ഉടുപ്പി ബ്രാഹ്മിൺസ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ന്യൂട്രീഷണൽ വാല്യൂസ് യാതൊന്നും പോവാതെയാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. വേഗം ദഹിക്കുന്ന ഒരു ആഹാരമായതുകൊണ്ട് തന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീയുമാണ്. അതുകൊണ്ട് കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു സമീകൃത ആഹാരമാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നതാണ് പുട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വേണമെങ്കിൽ ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡോളം മതിയാവും. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പുട്ടിനാവശ്യമുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. പുട്ട് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ വെള്ളം തിളച്ചു പോകും. തിളയ്ക്കാതെ ഒരിക്കലും നമ്മൾ പുട്ടുകുറ്റിയിൽ നിറച്ച് വെക്കരുത്. തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഒരല്പം ജീരകം ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഫ്ലേവർ നമുക്ക് തരും. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ നമ്മുടെ പുട്ട് നിറയ്ക്കാം. ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം പുട്ടിന് സ്വാദ് കൂടും. തേങ്ങ കുറച്ച് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഇട്ട് കൊടുക്കാം. ഇനി പുട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങ വെച്ച് ഫില്ലിങ് നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും കുറച്ച് തേങ്ങ ഒരുപാട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ പുട്ടിലോട്ട് നന്നായി ഇറങ്ങി വരും. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഈ ബേസ് ആയിട്ടുള്ള പോർഷൻ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആവി മോള് വരെ എത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സൈഡിലൂടെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. പുട്ട് വേവാനായിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റേ മതിയാവുകയുള്ളൂ. മുകളിലൂടെ ആവി വരുമ്പോഴാണ് പുട്ടിൻ്റെ വേവ് നമുക്ക് മനസ്സിലാവുക. ഫ്ലെയിം നമുക്കൊന്ന് ഹൈയിൽ തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ പുട്ട്
വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 മിനിറ്റായി. മുകളിലൂടെ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ വെന്ത് കാണും. നമുക്കിതിനെ എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നല്ല മണമുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ച് നമുക്കിതിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് പുട്ട് കിട്ടിയിട്ടുള്ളത്. മെയിനായിട്ടും റാഗിയുടെ സ്മെല്ല് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല നല്ലൊരു സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറിലും കൂടിയാണ് നമ്മുടെ പുട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ റാഗി പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ സ്റ്റീംഡ് പുട്ട്, ഗോതമ്പ് പുട്ട്, ചോളപ്പുട്ട്, ചെമ്പാ പുട്ട് ഇവ എല്ലാത്തിൻ്റെയും റെസിപ്പി അതിൻ്റെ പാക്കറ്റിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. മാത്രമല്ല ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിലൂടെയും ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. കൂടുതൽ റെസിപ്പീസിനായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.udupibrahmins.com സന്ദർശിക്കുക.